കിട്ടണവരേക്കും എന്തേ എനിക്ക് മാത്രം ഇങ്ങനെ? പടച്ചോന് എന്നെ ഇഷ്ടല്ലേ? എന്ന് തുടങ്ങി പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും. കിട്ടിക്കഴിഞ്ഞാലോ, ശ്ശേ! ഞാൻ പൊളിച്ചു. ഇനിയിപ്പോ എന്താ വേണ്ടേ? കാറായി, ബൈക്കായി, വീടായി എന്ന് പറഞ്ഞിട്ട് ഓരോ പ്ലാൻസ് അങ്ങട്ട് ചെയ്യും. ഇനി കിട്ടിക്കഴിഞ്ഞ ഒരു 3, 4, 5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാലോ, അ ആ അവിടെ അങ്ങട്ട് തുടങ്ങും. പടച്ചോനെ ഒരു റിട്ടയർമെന്റ് ലൈഫ് എനിക്ക് കിട്ടോ? ഒരു ബ്രേക്ക് കിട്ടോ? ഒന്ന് പീസ്ഫുൾ ആയിട്ട് ഇനി എന്നാ ഞാൻ ജീവിക്കുക? എന്ന് നമ്മൾ ആലോചിക്കും. എല്ലാ ഗ്ലാമർ ആയിട്ടുള്ള കോർപ്പറേറ്റ് ലൈഫിൻ്റെയും പിന്നിലുള്ള കുറേ കഥകളുണ്ട്. ഈ ഇന്റേണൽ പൊളിറ്റിക്സ്, ഫേവറിസം, ബാക്ക് ബൈറ്റിംഗ്, ബാക്ക് ബീച്ചിങ് ഒക്കെ പോലത്തെ പല പല കലാരൂപങ്ങൾ. ഇതിൻ്റെ ഡെപ്തും അളവും ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ ഓരോ സ്ഥലത്തും. പക്ഷേങ്കില് ഈ സാധനങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്താ ചെയ്യാൻ പറ്റുക? എന്തേലും പറ്റുമോ? ഒന്നും ചെയ്യാനില്ല. നമ്മളുടെ ലോജിക്കിനോ നമ്മളുടെ സ്വഭാവത്തിനോ പോലും നിരക്കാത്ത പല കാര്യങ്ങളോടും നമ്മൾ പറയും, യെസ് യു ആർ റൈറ്റ്, ഇതുവരെ എല്ലാം ശരിയാണ് കിട്ടുണ്ണിയേട്ടാ എന്ന് നമ്മൾ ശരിയല്ലെങ്കിലും പറയും. ഇതൊക്കെ കുറേ കാലം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തന്നെ സംശയവും, പഠിച്ചോൻ ഇത് എന്തുട്ടപ്പോൾ ഈ കാണിക്കണേ, നമ്മളിപ്പോൾ ശരിയാണോ അതോ തെറ്റാണോ? നമുക്ക് നമ്മളോട് തന്നെ സംശയമായി തുടങ്ങും. ശരിക്കും ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ രാമനുണ്ണിയെ? ഒരു കാര്യമില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് രക്ഷപ്പെടണം രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചാലും മാസാവസാനം അടയ്ക്കേണ്ട ബില്ല് ഓർക്കുമ്പോഴത്തേക്കും ദോ ഈ കാണുന്ന പോലെ ബാഗും എടുത്ത് കയ്യിലുള്ള സാമഗ്രികളും എടുത്ത് നേരെ പോവും ഓഫീസിലോട്ട്. ഇതല്ലാതെ ഓപ്ഷനുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ലക്കിയാണ് കേട്ടോ. അത്രേ ഉള്ളൂ.